വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല ഹെൽത്തിയും അതേപോലെ രുചികരവുമായിട്ടുള്ള ഒരു കൊഴുക്കട്ടയായാലോ. ആദ്യമായി കൊഴുക്കട്ടയ്ക്ക് വേണ്ടുന്ന ഫില്ലിംഗ് റെഡിയാക്കാം. കടായി ചൂടാകുമ്പോഴേക്കും നെയ്യ് ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി ഞുറുക്കിയ ഏത്തപ്പഴവും അത് ഇളക്കിയതിന് ശേഷം ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം നന്നായിട്ട് വഴറ്റിയെടുക്കരുത് കേട്ടോ. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായിട്ട് നല്ല പാനിയായി മാറിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തേങ്ങ ചിരകിയതും ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്ത അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട്. നമുക്കിതിനെ റൗണ്ട് ആക്കിയതിന് ശേഷം ഇതേപോലെ കൈവെള്ളയിലിട്ട് പരത്തിയെടുക്കാം. അതിൻ്റെ നടുവിലേക്ക് ഇതേപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനെ ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി ഇതേപോലെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റുക. നല്ലൊരു ഷേപ്പാണ് കണ്ടിട്ട്. മുകൾ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിന്റെ ഷേപ്പും താഴ്ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരു കുടത്തിന്റെ ഷേപ്പും ഒക്കെ പോലെ തോന്നും. എന്തെങ്കിലും ആകട്ടെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ ഈ ഷേപ്പിലൊക്കെ എന്താ കാര്യമല്ലേ, ഉള്ളു നന്നായാൽ മതിയല്ലേ. പിന്നെ ഈ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം.